ഹായ് എല്ലാവർക്കും ഫുഡി ബോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ഫുഡി ബോയിൽ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു അടിപൊളി ചിക്കൻ ഡിഷാണ്. ഇളനീർ ചിക്കൻ. നമ്മുടെ കരിക്കുണ്ടല്ലോ, നല്ല ഇളം കരിക്ക് വെച്ചിട്ട് ചിക്കൻ കറി ഉണ്ടാക്കിയാണ്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം നമുക്ക്. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ, ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇളനീർ ചിക്കൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിപ്പം 50 ഗ്രാം കശുവണ്ടി എടുത്തേക്കാണ്. നമ്മൾ കുക്ക് ചെയ്യുന്നതിന് മുമ്പ് ആദ്യം ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇതൊന്ന് കുതിർക്കാൻ വെച്ചേക്കുക, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്. അപ്പോൾ അടുത്ത് നമ്മുടെ മെയിൻ ഐറ്റമായിട്ടുള്ള കരിക്കാണ്. ഞാൻ നല്ലൊരു ഇളം കരിക്കും ഒക്കെ എടുത്തേക്കാണ്. ഇതിപ്പോൾ നമുക്ക് പൊട്ടിച്ച് അതിനകത്ത് വെള്ളം എടുക്കണം, അതിനകത്ത് തേങ്ങ എടുത്ത് മാറ്റി വെക്കണം നമുക്ക് കുക്ക് ചെയ്യാനെ കൊണ്ട്. അപ്പോൾ നമുക്കിത് പൊട്ടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ അടുത്ത മെയിൻ ഐറ്റമായിട്ടുള്ള ചിക്കനാണ്. ഞാനിപ്പോൾ 1 കിലോ ചിക്കൻ നല്ലോണം വെട്ടി കഴുകി എടുത്തിട്ടുണ്ട്, നല്ല കഷ്ണമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനിയിപ്പം കുക്ക് ചെയ്ത് തുടങ്ങാം. അപ്പോൾ നമുക്ക് ഇളനീർ ചിക്കൻ ഉണ്ടാക്കാനെ കൊണ്ട് ഞാൻ എടുത്തേക്കുന്നത് ഇപ്പോൾ ഒരു 15 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, 2 കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്, 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നമ്മൾ നല്ലോണം ചതച്ചു കൊണ്ടുവരികയാണ്. അരച്ച് പേസ്റ്റ് ആക്കത്തില്ല, ചതച്ചു കൊണ്ടുവരികയാണ്. അപ്പോൾ നമുക്ക് കുക്ക് ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് ആദ്യമേ നമുക്ക് ഇതിനകത്തോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഇച്ചിരി വെളിച്ചെണ്ണ കൂടുതൽ വേണം. ഞാനിപ്പം ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. എണ്ണ ഒന്ന് ചൂടായി വരട്ടെ. അപ്പോൾ നമ്മുടെ എണ്ണ മൂത്ത് വരുമ്പം നമുക്ക് ഇതിനകത്തോട്ട് നമ്മൾ ചതച്ചെടുത്ത പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയാണ്, അത് ഇതിനകത്തോട്ടിട്ട് മൂപ്പിച്ചെടുക്കാം. അപ്പം നല്ലോണമൊക്കെ ഒന്ന് നമ്മൾ വഴറ്റിയെടുക്കണം. ആ പച്ച മണം അങ്ങ് മാറണം. അപ്പോൾ നമ്മുടെ മുളകും ഇഞ്ചിയും എല്ലാം ഒന്ന് വഴണ്ട് വരുമ്പം നമുക്ക് അതിനകത്തോട്ട് കറിവേപ്പില ഇട്ട് കൊടുക്കണം. ഞാനിപ്പോൾ 2 കതിര് കറിവേപ്പില എടുത്തത് ഇട്ട് കൊടുക്കുകയാണ്. കറിവേപ്പില ആവശ്യത്തിന് ഇട്ടോ, നല്ല ടേസ്റ്റ് കിട്ടും. എന്നിട്ട് ഒന്ന് ഇളക്കുക. ഈ സാധനം ചെയ്യുമ്പോൾ നമ്മൾ അടി പിടിക്കാതെ നോക്കിക്കോണേ. ഇപ്പോൾ കറിവേപ്പില ഇട്ട് ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് ഇതിനകത്തോട്ട് ഒരു 4 സവാള അരിഞ്ഞതിട്ട് കൊടുക്കാം. വലിയ സവാള ആണെങ്കിൽ 2 എണ്ണം ഇട്ടാൽ മതി. എൻ്റെത് ചെറിയ സവാളയായിരുന്നു, അത് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ഞാൻ 4 എണ്ണം എടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മൾ നല്ലോണം നമ്മുടെ സവാളയൊക്കെ ഇട്ട് ഒന്ന് വഴറ്റി എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പം 1 ടീസ്പൂൺ ഉപ്പ് എടുത്തിട്ടുണ്ട്, അത് നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. സവാളയൊക്കെ പെട്ടെന്നൊന്ന് വഴണ്ടിയിട്ട് നമുക്ക് ഉപ്പിട്ടിട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് നമ്മുടെ മെയിനായിട്ടുള്ള കൊച്ചുള്ളിയാണിത്. ഞാനിപ്പോൾ ഒരു 10 കൊച്ചുള്ളി എടുത്ത് നടുക്കൂടെ കട്ട് ചെയ്തെടുത്തേക്കാണ്, അത് ഇതിനകത്തോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. കൊച്ചുള്ളിയും കൂടി ഇട്ടിട്ട് ഒന്ന് ഇളക്കാം. നല്ലോണമൊക്കെ ഇളക്കിയെടുക്കണം. അപ്പോൾ നമ്മൾ നല്ലോണം നമ്മുടെ സവാള എല്ലാം നല്ലോണം വഴറ്റി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഒരു 5 മിനിറ്റത്തേക്ക് ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ചാൽ മതി. അതിനുശേഷം തുറന്നിട്ട് നമുക്ക് ചിക്കനൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ അരപ്പൊക്കെ ദേ അടിപൊളിയായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കൻ ഇച്ചിരി വലിയ കഷ്ണമായിട്ടാണ് ഞാൻ എടുത്തേക്കുന്നത്. കുഴപ്പമില്ല, ഇതിപ്പോൾ അങ്ങ് വെന്തങ്ങ് താന്നോളും. ചിക്കൻ ഇട്ടിട്ട് നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കണം. അപ്പം ചിക്കനകത്തോട്ട് നമ്മുടെ അരപ്പ് നല്ലോണം പറ്റണം, നല്ല രീതിയിൽ പറ്റണം. ഇതിനകത്ത് നമുക്കിനി കുരുമുളകൊക്കെ അപ്ലൈ ചെയ്യാനുണ്ട്. നല്ലോണം ഇളക്കണം. ഇനി നമുക്ക് ഇതിനകത്തോട്ട് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. വേറെ നമ്മൾ മുളക് പൊടിയൊന്നും ചേർക്കാത്തതുകൊണ്ടാണ് നല്ല സ്പൈസി ആയിട്ടുള്ള രീതി കിട്ടും. നമുക്ക് കുരുമുളക് പൊടി ഇട്ടിട്ട് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ എൻ്റെ ഇരിക്കുന്നത് 1 ഗ്ലാസ് കരിക്കും വെള്ളമാണ്. നമ്മൾ കുറച്ച് മുന്നേ എടുത്തതിൻ്റെ 1 ഗ്ലാസ് കരിക്കും വെള്ളമാണ്. ആ കരിക്കും വെള്ളം നമ്മൾ ഈ ചിക്കനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാൻ പോവാം. അപ്പോൾ നമ്മുടെ കരിക്കും വെള്ളം നമ്മൾ ഒഴിച്ചു. 1 ഗ്ലാസ് കരിക്കും വെള്ളം ഒഴിച്ചേക്കുന്നത്. ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. നമ്മുടെ ചിക്കൻ്റെ മെയിൻ ഐറ്റമാണ് ഈ കരിക്കും വെള്ളം. അപ്പോൾ നമ്മളിത് നല്ലോണം കരിക്കും വെള്ളമൊക്കെ ഒഴിച്ച് ഇളക്കി മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് അടച്ചു വെക്കാം. ഇതിനകത്ത് വേറെ വെള്ളമൊന്നും ചേർക്കരുത്.
കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചിക്കനകത്ത് ആൾറെഡി വെള്ളമുണ്ട്, കരിക്കും വെള്ളത്തിനകത്ത് കിടന്ന് വേണം ഇത് വേവാനെ കൊണ്ട്. അപ്പോൾ നമുക്കൊരു 15 മിനിറ്റത്തേക്ക് ഈ കരിക്കും വെള്ളത്തിനകത്ത് ഇത് കിടന്ന് വേവട്ടെ. ആ സമയം കൊണ്ട് നമ്മുടെ കരിക്കിൻ്റെ അകത്തെ തേങ്ങ ഉണ്ടല്ലോ, തേങ്ങയും നമ്മുടെ കശുവണ്ടിയും കൂടി നല്ലോണമൊക്കെ അരച്ച് പേസ്റ്റാക്കി എടുക്കണം. തരിതരിയായിട്ടല്ല, പേസ്റ്റാക്കി എടുക്കണം. നമുക്ക് പേസ്റ്റാക്കി കൊണ്ട് വരാം. അപ്പോൾ നമ്മുടെ ചിക്കൻ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിതങ്ങ് ഓപ്പൺ ആക്കാം. അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ആ ചിക്കനകത്തു നിന്നും വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. നമ്മുടെ കരിക്കും വെള്ളവും കൂടി കിടന്ന് നല്ല രീതിയിൽ അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമ്മുടെ ആ പേസ്റ്റ് ഉണ്ടല്ലോ, നമ്മുടെ തേങ്ങയും കശുവണ്ടിയും കൂടി അരച്ചെടുത്തേക്കുന്ന പേസ്റ്റ് നമുക്ക് ചേർത്ത് കൊടുക്കാം. അടിപൊളിയാണ്. ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. നല്ല പേസ്റ്റി ആയിട്ടാണ് വന്നേക്കുന്നത് കണ്ടോ. തരി കാണുകയും ചെയ്യരുത്. എന്നിട്ട് നമുക്കിതിനിപ്പം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നല്ല ക്രീമി ആയിട്ട് മിക്സ് ചെയ്തെടുക്കാം. നല്ല ഉണക്കം ഇളക്കണം. നല്ല ക്രീമി ആയിട്ടിരിക്കണം. നല്ല വൈറ്റ് കളറിൽ ഇപ്പോൾ ഒരു ചിക്കൻ കറി നല്ല ഉണക്കം മിക്സ് ചെയ്യണം. നമ്മുടെ ക്രീമും ആയിട്ട് നല്ല ഉണക്കം നമ്മുടെ കഷ്ണങ്ങൾ മിക്സ് ആവണം. എന്നിട്ട് ഒരു 5 മിനിറ്റത്തേക്ക് വെന്താൽ മതി. നല്ല കുറുകി നല്ല അടിപൊളിയായിട്ടിരിക്കും, നല്ല വൈറ്റ് കളറിൽ. അപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കെടുക്കാം. അപ്പോൾ നമ്മുടെ കറി ഇതേ അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടിരിക്കുകയാണ്. നോക്കിക്കുക, നല്ല ഉണക്കം കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. നല്ല വൈറ്റ് കളർ ഇരിക്കുകയാണ് നമ്മുടെ കറി, നമ്മുടെ ഇളനീർ ചിക്കൻ. ഇതിനകത്തോട്ട് നമുക്കൊന്ന് ഗാർണിഷ് ചെയ്യാനെ കൊണ്ട് കുറച്ച് കറിവേപ്പില ഇടാം. വളരെ കുറച്ച് കറിവേപ്പില. അപ്പോൾ ഇതിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. ഇനിയിപ്പോൾ നമുക്കിത് കൂടുതൽ കുറുക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി അടുക്കി പിടിക്കും. ഇനി നമ്മുടെ ഇളനീർ ചിക്കന് നമുക്ക് നല്ല ടേസ്റ്റ് കിട്ടാനൊക്കെ ഉണ്ട്. വേറൊരു ഐറ്റം കൂടിയുണ്ട്. ഇത് കസ്തൂരി മേത്തിയാണ്, ഞാൻ ഒരു നുള്ള എടുത്തിട്ടുള്ളൂ. വളരെ കുറച്ച് മതി, ഒരു ഫ്ലേവർ കിട്ടും. അപ്പോൾ നമ്മുടെ ഇളനീർ ചിക്കൻ അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമ്മുടെ അരപ്പും നമ്മുടെ കശുവണ്ടിയും തേങ്ങയും കൂടി ചേർത്ത് ആ പേസ്റ്റും ഒക്കെ ആയിട്ട് നല്ല വൈറ്റ് കളറിൽ നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട്. കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. നല്ല രീതിയിൽ വെന്ത് വന്നേക്കാണ്. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് സെർവ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഇളനീർ ചിക്കൻ നമ്മൾ അടിപൊളിയായിട്ട് ഉണ്ടാക്കിയെടുത്തേക്കാണ്. നല്ല ടേസ്റ്റി ആയിട്ടിരിക്കുകയാണ്. നല്ല വൈറ്റ് കളർ ഇരിക്കുകയാണ്. നമ്മുടെ അപ്പത്തിൻ്റെയൊക്കെ കൂടെ അല്ലെങ്കിൽ ചപ്പാത്തിയുടെയൊക്കെ കൂടെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. ഈ സ്ട്രൂ ഒക്കെ ഉണ്ടാക്കത്തില്ല, അതിൻ്റെ കൂട്ട് തന്നെ വൈറ്റ് കളറിലാണ് ഇതിൻ്റെ ഗ്രേവി ഇരിക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് കഴിച്ച് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. അടിപൊളി ടേസ്റ്റാണ്. പ്രത്യേകിച്ച് ഇതിൻ്റെ ഗ്രേവി അടിപൊളി ടേസ്റ്റ്. ചിക്കനകത്തോട്ട് ആ കരിക്കിൻ്റെ എസൻസ് ഒക്കെ കയറിയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്. നിങ്ങളപ്പം മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എങ്ങനെയുണ്ടെന്ന് നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പം അടുത്തൊരു അടിപൊളി വീഡിയോ വരുന്നുണ്ട് വരെ. ബൈ ബൈ.